കത്തോലിക്കാ സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം യുക്യാറ്റിനെ കുറിച്ച് പഠിക്കാൻ തലശ്ശേരി അതിരൂപത KCYM-ഉം ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പഠന പരമ്പര യുക്യാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നേ ദിവസം നമ്മോടൊപ്പമായിരുന്നു കൊണ്ട് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതും തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തായും ദൈവശാസ്ത്ര പണ്ഡിതനും നമുക്കേവർക്കും സുപരിചിതനുമായ അഭിമന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. അഭിമന്യ പിതാവിനെ സ്നേഹപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം ചോദ്യങ്ങളുമായി നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ഫൊറോനയിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള യുവജനങ്ങളാണ്. എല്ലാ യുവജനങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശ്വാസത്തെക്കുറിച്ചും ദൈവവചനത്തിൻ്റെ പ്രായോഗികതയെക്കുറിച്ചുമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായ വിശ്വാസ പ്രമാണത്തെക്കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളുമാണ് ഈ എപ്പിസോഡിൽ നാം നടത്തുന്നത്. അതിനായി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. പിതാവേ, ആദ്യത്തെ ചോദ്യം ആരാണ് ചോദിക്കുന്നത്? സോയയാണ് ആദ്യത്തെ ചോദ്യവുമായി ഉള്ളത്. അഭിമന്യ പിതാവിനോട് ചോദ്യം ചോദിക്കാം. പിതാവേ, എൻ്റെ പേര് സോയ തോമസ്. എൻ്റെ ചോദ്യം ഇതാണ്: ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണല്ലോ വിശ്വാസ പ്രമാണം. ഇതിനെ പ്രമാണമായിട്ടാണോ പ്രാർത്ഥനയായിട്ടാണോ നാം സ്വീകരിക്കേണ്ടത്? സോയയുടെ ചോദ്യം, വിശ്വാസ പ്രമാണം ഒരു പ്രമാണമാണോ അതോ പ്രാർത്ഥനയാണോ? ഇതാണ് ചോദ്യം. ഇങ്ങനൊരു ചോദ്യം ഞാനും ആദ്യമായി കേൾക്കുന്നതാണ്. സോയ, നല്ല ചോദ്യം. സോയ എന്നാ ചെയ്യുന്നേ? ഞാൻ നഴ്സിംഗ് കഴിഞ്ഞു. സോയ ചോദിച്ചത് വിശ്വാസ പ്രമാണം അതൊരു പ്രമാണമാണോ പ്രാർത്ഥനയാണോ? സത്യത്തിൽ ഇത് രണ്ടുമാണ് സോയ. അതായത് എന്താണ് ഈ വിശ്വാസ പ്രമാണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം അല്ലേ? നമ്മളെന്താ, വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് യുവർ ഫെയ്ത്ത്? നിങ്ങൾ എന്താണ് ഈ വിശ്വസിക്കുന്നത് എന്ന ചോദ്യത്തിന് തിരുസഭ നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെടുത്തിയ ഉത്തരങ്ങളുടെ സമാഹാരമാണ് സത്യത്തിൽ വിശ്വാസ പ്രമാണം. ആ വിശ്വാസ പ്രമാണം നാം ഏറ്റുപറയുമ്പോൾ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുകയുമാണ്, നമ്മുടെ വിശ്വാസ ബോധ്യങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിൽ നാം ചൊല്ലുമ്പോൾ ആ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുക മാത്രമല്ല, ദൈവം എൻ്റെ പിതാവാണ് എന്നും എന്നെ സൃഷ്ടിച്ചത് ദൈവമാണ് എന്നുമുള്ള എൻ്റെ ബോധ്യം ഞാൻ ഏറ്റുപറയും. അപ്രകാരം ഞാൻ ഏറ്റുപറയുന്നൊരു പ്രാർത്ഥനയും കൂടിയാണ് അല്ലേ സോയെ? അതുകൊണ്ട് വിശ്വാസ പ്രമാണം ഒരേ സമയത്ത് ഒരു പ്രമാണമാണ്, അതേസമയം അതൊരു പ്രാർത്ഥനയാണ്. ചില നേരത്ത് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമുക്ക് വലിയ ശക്തി കൈവരുന്നത് പോലെ തോന്നും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ചില മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ ചരമപ്രസംഗം പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ഭാരപ്പെടുകയും സങ്കടപ്പെട്ടു പോവുകയും ചെയ്യുന്ന നിമിഷങ്ങളുണ്ട്. കാരണം അത്രയ്ക്കും അവിചാരിതമായി സംഭവിച്ചൊരു മരണമായിരിക്കാം, ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയായ വ്യക്തിയുടെ മരണമാകാം. ഇതൊക്കെ നമ്മളെ വല്ലാണ്ട് സങ്കടപ്പെടുത്തി കളയുന്ന സന്ദർഭമുണ്ട്. മനുഷ്യരിങ്ങനെ വാവിട്ട് നിലവിളിച്ച് പോകുന്ന ചില മൃതസംസ്കാര ശുശ്രൂഷയുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, തുടർന്ന് നമുക്ക് തിരുസഭയുടെ സത്യവിശ്വാസം ഏറ്റുപറയാം എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന വിശ്വാസ പ്രമാണം അങ്ങ് ചൊല്ലുമ്പോൾ പിന്നെ കരച്ചിലടങ്ങി, എല്ലാം ഒരു ശാന്തത കൈവരുകയും. എന്താണ്? സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ആ മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു വലിയ ആശ്വാസമാണ്. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വിചാരിച്ചതിന് വിപരീതമായാണ് ദൈവമേ സംഭവിച്ചത്, എന്നാലും ദൈവമേ അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. അവിടുത്തെ ഏകപുത്രനായ ഈശോ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ്
ഈ വിശ്വാസം അങ്ങ് ആവർത്തിക്കുമ്പോഴത്തേക്കും പിന്നീട് ആ വീട്ടിലൊരു ശാന്തതയാണ്, ഒരു ദൈവീകമായ ഒരു പ്രശാന്തത കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും ഭയപ്പെടുന്ന സന്ദർഭങ്ങൾ, ചിലർക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കുമ്പം ഭയങ്കര പേടിയുള്ളൂ. പെൺപിള്ളേർ പിന്നെ അങ്ങ് നടക്കാറേ ഇല്ല. ആൺപിള്ളേർ അബദ്ധത്തിലെങ്ങാനും നടന്നു പോയാൽ പേടിക്കുന്നവർ. എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, അവന് ജോലി കഴിഞ്ഞ് എന്നും അവൻ രാത്രിയിൽ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു വരണ്ട. ഒരു 10 മണി കഴിഞ്ഞാണ് അവൻ്റെ നടപ്പ്. അവന് ഭയങ്കരമായ ഭയമാണ്. അവൻ പറഞ്ഞു, എങ്ങനെ ഈ ഭയത്തെ അതിജീവിക്കും? ചിലപ്പോൾ ഞാൻ വീട്ടിലെത്തുമോയെന്ന് തന്നെ എനിക്ക് ഹൃദയം അങ്ങ് വിങ്ങുന്നത് പോലെയാണ്. ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുമോ? ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കഷ്ടകാലത്തിന് വല്ലോ കാട്ടുകോഴി എടുത്ത് ചാടുമോ, അല്ലെങ്കിൽ ഒരു കുറുക്കൻ വന്ന് മുമ്പിൽ കൂടെ ഓടി ഇവൻ്റെ നല്ല ജീവൻ കത്തിപ്പോകുന്നു. അവൻ പറയുന്നത് അവന് ശരിക്കും അവന് പേടിയാണ്. അവനിങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും ഒരു വഴി പിതാവ് പറഞ്ഞു തരണം, എൻ്റെ ഈ പേടിയൊന്നും മാറാൻ വേണ്ടി. ഞാൻ അവനോട് പറഞ്ഞു കൊടുത്ത വഴി ഇതാണ്, നീ നടക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നടക്കും. 2 മാസം കഴിഞ്ഞ് അവൻ എന്നെ കാണാൻ വന്നു. അവൻ പറഞ്ഞു, എൻ്റെ ഭയം മാറി. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നടക്കുമ്പോൾ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. സർവശക്തനായ പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ? ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, അവിടുത്തെ ഏകപുത്രനായ ഈശോ മിശിഹാ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ എന്നെ ഈ പേടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് കുരിശേ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. എല്ലാറ്റിനെയും അതിജീവിച്ചവൻ, മരണത്തെപ്പോലും ജയിച്ചവൻ ഇതാ എൻ്റെ ഒപ്പം നടക്കുന്നു. ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ അസാധാരണമായ ശക്തി, പ്രിയ യുവജനങ്ങളെ, നിങ്ങളത് ആവർത്തിച്ച് ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല. പക്ഷേ നിങ്ങൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധി വേളകളിൽ ഈ വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ചൊല്ലിക്കൂ. നിങ്ങൾക്ക് എല്ലാ ഭയവും വിട്ടുമാറും. പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ഉറപ്പായും ധൈര്യം കിട്ടാൻ വേണ്ടി ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ, ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ധൈര്യം കിട്ടാൻ വേണ്ടി ഒരു പ്രാർത്ഥന നിങ്ങൾ ചോദിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലാൻ. വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും ഉള്ളടക്കം അതിനകത്തുണ്ട്. അതിനോളം നമ്മെ ധൈര്യപ്പെടുത്തുന്ന മറ്റൊരു പ്രാർത്ഥനയുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു പരിധിവരെയും അത് പ്രമാണമാണ്, അതേസമയം അത് വളരെ ശക്തമായൊരു പ്രാർത്ഥനയും കൂടിയാണ്. സോയ, വിശ്വാസ പ്രമാണത്തിൻ്റെ ശക്തി എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നന്ദി പിതാവേ. വിശ്വാസ പ്രമാണം ഒരേ സമയം പ്രമാണമാണെന്നും അതിലുപരി അതൊരു ശക്തമായ പ്രാർത്ഥനയാണെന്നും ഉത്തമമായ ഒരു ബോധ്യം നൽകിയ പിതാവിന് നന്ദി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? അഗസ്റ്റിനാണ് അടുത്ത ചോദ്യവുമായി നമ്മോടൊപ്പം ഉള്ളത്. പിതാവിനോട് ചോദിക്കാം. പിതാവേ, എൻ്റെ പേര് അഗസ്റ്റിൻ ജോസഫ്. എൻ്റെ ചോദ്യം ഇതാണ്, എന്താണ് വിശ്വാസ പ്രമാണം? വിശ്വാസത്തിന് നിർവചനങ്ങളുടെയും അതുപോലെ തന്നെ ഫോർമുലകളുടെയും ആവശ്യമുണ്ടോ? യെസ്, അഗസ്റ്റിൻ്റെ ചോദ്യം ഇങ്ങനെയൊരു പ്രമാണം ആവശ്യമുണ്ടോയെന്നാണ് അല്ലേ? വിശ്വസിച്ചാൽ നിർവചനങ്ങളുടെയൊക്കെ ആവശ്യമുണ്ടോ ഉണ്ടോന്നല്ലേ? വെരി ഗുഡ്. യെസ്, അഗസ്റ്റിൻ എന്നാ ചെയ്യുന്നേ? ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനറാണ്. അപ്പോൾ അഗസ്റ്റിൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ വിശ്വാസ പ്രമാണം, ഇത്രയൊക്കെ പ്രമാണങ്ങൾ ആവശ്യമുണ്ടോ? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ശരിക്കും വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു കൃത്യമായ ഉത്തരം ആവശ്യമാണ്. നീ എന്താ വിശ്വസിക്കുന്നത്? വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് യുവർ ഫെയ്ത്ത് എന്ന് ചോദിച്ചാൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? ഒരിക്കൽ ഒരു പന്തക്കുസ്താ സഭയിൽപ്പെട്ട ഒരു സഹോദരി, ഒരു കത്തോലിക്ക കുടുംബത്തിലെ ഒരു അമ്മച്ചിയാണ്. അമേരിക്കയിൽ പിള്ളേരുടെ കൊച്ചുങ്ങളെ നോക്കാൻ പോയിരുന്ന വല്യമ്മച്ചിയാണ്. പിള്ളേർ എല്ലാം ജോലിക്ക് പോകുമ്പോൾ കൊച്ചുങ്ങളെ നോക്കിയിരുന്ന അമ്മച്ചി ബോറടിച്ചു. അപ്പോൾ ഈ വീടുകളിൽ വന്ന് ഇങ്ങനെ പന്തക്കുസ്താക്കാർ സുവിശേഷം പറഞ്ഞു, ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു പയ്യെ ഈ അമ്മച്ചി പന്തക്കുസ്ത ആയിത്തീർന്നു. ഈ അമ്മച്ചി പന്തക്കുസ്ത ആയി തീർന്നു.
എന്നിട്ട് പിള്ളേർക്ക് കുറേ കഴിഞ്ഞ് ഇതറിഞ്ഞ് ഈ അമ്മച്ചി പന്തക്കുസ്ത ആയിത്തീർന്നു. ആഭരണമൊക്കെ മാറ്റിക്കളഞ്ഞ് പള്ളിപ്പോക്കൊക്കെ വേണ്ടാന്ന് വെച്ചപ്പോഴാണ് പിള്ളേർ, ഞാനൊരു കൺവെൻഷൻ അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പം പിള്ളേർ ഈ അമ്മച്ചി എൻ്റെ അടുത്ത് കൊണ്ടു. എൻ്റെ പിതാവേ, ഈ അമ്മച്ചി സത്യവിശ്വാസം ഉപേക്ഷിച്ച് പോയി, എങ്ങനെയെങ്കിലും അമ്മച്ചിയെ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എങ്ങനെയാണ് ഈ പന്തക്കുസ്തായിൽ എന്നാ ഈ പന്തക്കുസ്തായുടെ പ്രത്യേകത? ഉടനെ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഞങ്ങൾ പന്തക്കുസ്താക്കാർ 5 സത്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്കൊരു പ്രഭാഷണം അങ്ങ് നടത്തി. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ കത്തോലിക്കരോട് ചോദിച്ചാൽ നീ എന്നതാ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യ ഉത്തരം പറയാൻ അറിയാൻ പാടില്ലാതെ വരുന്നു. അത് സഭയ്ക്കറിയാം നമുക്ക് അങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റുമെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ അമ്മച്ചി എന്നോട് ചോദിച്ചാൽ നിങ്ങൾ കത്തോലിക്കർക്ക് ഇങ്ങനെ കൃത്യമായിട്ട് എന്നതെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ടോ അമ്മച്ചി, കത്തോലിക്ക കൃത്യമായിട്ടും എന്താണ് അവൻ വിശ്വസിക്കുന്നത് എന്ന് എണ്ണി പറയാൻ പറ്റും. ആ എണ്ണിപ്പറഞ്ഞ സത്യങ്ങളാണ് ഏത്? വിശ്വാസ പ്രമാണത്തിലുള്ളത്. അതുകൊണ്ട് പിതാവായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, പുത്രൻ തമ്പുരാനിൽ വിശ്വസിക്കുന്നു, അവൻ കന്യകാമറിയത്തിൽ നിന്ന് ശരീരമെടുത്ത് മനുഷ്യനായി പിറന്നുവെന്ന് വിശ്വസിക്കുന്നു, പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് കുരിശേൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നു, അടക്കപ്പെട്ട് കല്ലറയിൽ നിന്ന് അവൻ 3-ാം നാൾ ഉയർത്തു എന്ന വിശ്വാസം, സ്വർഗാരോഹണം ചെയ്തു എന്ന വിശ്വാസം. ഇങ്ങനെ ഈ വിശ്വാസ പ്രമാണം ഏറ്റുപറയുന്നത് 12 സത്യങ്ങളാണ്. ആ സത്യങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസ പ്രമാണം ഇല്ല എങ്കിൽ നീ എന്നാ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ കാടടച്ച് കുറേ കാര്യങ്ങൾ വളരെ അവ്യക്തമായി വേഗമായി പറയാനേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നീ എന്താണ് ഈ വിശ്വസിക്കുന്നത്, കത്തോലിക്കനാന്ന് പറയും നടക്കുന്നുണ്ടല്ലോ, എന്താണ്, വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് യുവർ ഫെയ്ത്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എണ്ണി പറയാം. ഐ ബിലീവ് ഇൻ ഗോഡ് ദി ഓൾമൈറ്റി ഫാദർ, പിതാവായ ദൈവത്തെ ഞാൻ വിശ്വസിക്കും, പുത്രൻ തമ്പുരാനെ വിശ്വസിക്കും, അവൻ്റെ മനുഷ്യാവതാരം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, അവൻ്റെ 2-ാം വരവ്, പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു, തിരുസഭയിൽ ഞാൻ വിശ്വസിക്കുന്നു, സഭയുടെ കൂദാശകളിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈശോയുടെ 2-ാം വരവ് നമ്മൾ പറഞ്ഞു, അവൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന നിത്യജീവനിൽ വിശ്വസിക്കും. ഇങ്ങനെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തിനാണ് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് വിശ്വസിക്കുന്നത് എന്ന ചോദ്യത്തിന്, എന്താണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യത്തിന് തിരുസഭ എനിക്ക് തരുന്ന ഉത്തരമാണ് സത്യത്തിൽ വിശ്വാസ പ്രമാണം എന്ന് മനസ്സിലാക്കും. ആ വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ സമഗ്രതയെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എന്താണ് വിശ്വാസമെന്നും അതിൻ്റെ നിർവചനങ്ങളും വളരെ ഭംഗിയായി തന്നെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. എണ്ണിപ്പറഞ്ഞ 12 വിശ്വാസ സത്യങ്ങളുടെ ഉള്ളടക്കമാണ് വിശ്വാസ പ്രമാണം എന്ന നല്ല ബോധ്യം നൽകിയ പിതാവിന് നന്ദി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യവുമായി നമ്മോടൊപ്പമായിരിക്കുന്നത് അഖിലാണ്. അഖിലിന് പിതാവിനോട് ചോദിക്കാം. പിതാവേ, ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ പ്രഘോഷണമാണല്ലോ വിശ്വാസ പ്രമാണം. ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? യെസ്, അഖിൽ ചോദിക്കുന്നത് വിശ്വാസ പ്രമാണത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് അല്ലേ. അഖിൽ എന്ത് ചെയ്യുന്നു? ഞാൻ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ 1-ാം വർഷ ബിടെക് വിദ്യാർത്ഥിയാണ്. ബിടെക് വിദ്യാർത്ഥിയാണ് അല്ലേ, വെരി ഗുഡ്. അപ്പോൾ അഖിൽ ഈ വിശ്വാസ പ്രമാണം എങ്ങനെ ഉണ്ടായെന്നാണ് ചോദ്യം. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അഖിൽ ചോദിച്ചത്. വിശ്വാസ പ്രമാണം എങ്ങനെ രൂപം കൊണ്ടു? ശരിക്കും ഓരോ വിശ്വാസ പ്രമാണത്തിൽ ഓരോ വാചകത്തിൻ്റെ പിന്നിൽ ഒരു ദീർഘചരിത്രമുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തിനാണ് ഈ വിശ്വാസ പ്രമാണം രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒരു പൂർണ്ണ വിശ്വാസ പ്രമാണം, നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം രൂപം കൊള്ളുന്നത് AD 381 എന്നുള്ളത്. പക്ഷെ അതിനു മുമ്പ് വിശ്വാസ പ്രമാണം ഇല്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. അതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാമോദീസ സ്വീകരിക്കുന്ന ആളുകൾ ക്രിസ്ത്യാനിയാകുമ്പോൾ എന്താണ് ഈ ക്രിസ്തീയത എന്നുള്ളത് മനസ്സിലാക്കണം അല്ലേ.
അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഇന്നതാണ് 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 എന്ന് പറഞ്ഞ് എഴുതിയുണ്ടാക്കി അവരത് പറഞ്ഞ് പഠിച്ച് അങ്ങനെയാണ് അവർ മാമോദീസായ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ മാമോദീസ സ്വീകരണത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് സത്യത്തിൽ ഈ വിശ്വാസ പ്രമാണങ്ങളുടെ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയും. അങ്ങനെ ഒരു ആവശ്യത്തിൻ്റെ പേരിൽ അതുണ്ടായത്. എന്നാൽ പിന്നീട് വിവിധ പാഷണ്ഡതകൾ രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ പാഷണ്ഡതകളെ ഖണ്ഡിക്കുന്ന കാര്യങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ വന്നു. ഇപ്പോൾ ഉദാഹരണമായി പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ വെറും സൃഷ്ടി മാത്രമാണ് എന്നൊരു പാഷണ്ഡത വന്നപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ എന്ത് പറഞ്ഞു? ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും സാരാംശത്തിൽ പിതാവുമായി സത്തയിൽ ഒന്നായിരിക്കുന്നവനുമായ പുത്രൻ തമ്പുരാൻ. ആര്യൻ പാഷണ്ഡത പഠിപ്പിച്ചു ഇതാണ്, ഈശോ മിശിഹ ദൈവപുത്രനാണ്, പക്ഷെ പിതാവായ ദൈവത്തിൻ്റെ അത്രയും വലിയ ദൈവമൊന്നുമല്ല, ഇച്ചിരൂടെ കുറഞ്ഞ ഗ്രേഡ് കുറഞ്ഞൊരു ദൈവമാണ്. അപ്പോൾ പിതാവിന് കൊടുക്കുന്ന അത്രയും ആരാധന പുത്രന് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പഠിപ്പിച്ചപ്പോൾ വിശ്വാസ പ്രമാണം ആ പാഷണ്ഡതയെ തിരുത്താൻ വേണ്ടി പഠിപ്പിച്ചു സാരാംശത്തിൽ പിതാവുമായി സത്തയിൽ ഒന്നായിരിക്കുന്നവൻ. പരിശുദ്ധാത്മാവ് ഒരു ദൈവമാണോ എന്ന് സംശയിച്ച പാഷണ്ഡത വന്നപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസ് കൂട്ടിച്ചേർത്തു പിതാവും പുത്രനും ആയി സത്തയിൽ ഒന്നായിരിക്കുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ഒന്നുപോലെ വന്ദിക്കപ്പെടേണ്ടവനും സ്തുതിക്കപ്പെടേണ്ടവനുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ? ഈശോ ശരിക്കും മരിച്ചില്ല. ഈശോ കുരിശേൽ ഇങ്ങനെ വേദനിച്ച് കുറച്ച് നേരം എന്നൊക്കെ വെച്ചേച്ച് മരിച്ച പോലെ കടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പടയാളികളൊക്കെ പോയപ്പോൾ ഈശോ എഴുന്നേറ്റ് പോയി. ഇങ്ങനെ പറയുന്ന ഒരു പാഷണ്ഡതയുണ്ട്, അപ്പോളിനാരിയൻ പാഷണ്ഡത. ആ പാഷണ്ഡതയെ എതിർക്കാൻ വേണ്ടി സ്യൂഡോ അഗസ്റ്റിൻ ഒരു വാചകം കൂട്ടിച്ചേർത്തു. അവൻ മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി എന്നൊരു വാക്യം കൂട്ടിച്ചേർത്തു. പാതാളങ്ങളിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ചവരുടെ ലോകത്ത് അവൻ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ അവൻ കല്ലറയിൽ അടക്കപ്പെട്ട് ഏതൊരു മരിച്ച ആളുടെയും അവസ്ഥയോട് അവൻ താതാത്മ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അവൻ സത്യമായും മരിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പാതാളങ്ങളിൽ ഇറങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഓരോ വാചകങ്ങൾക്ക് പിന്നിലും വളരെ സുദീർഘമായ ഒരു ചരിത്രമുണ്ട്. അങ്ങനെ പതിറ്റാണ്ടുകൾ കൊണ്ടല്ല നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഈ ചരിത്രം രൂപീകരിക്കപ്പെടുന്നത്. വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം മാത്രമല്ല, ത്രന്തോസ് സൂനകദോസ് വിശ്വാസ പ്രമാണം നൽകുന്നുണ്ട്. ഈ പ്രൊട്ടസ്റ്റന്റ് പാഷണ്ഡത ശക്തിപ്പെട്ടു വന്നപ്പോൾ അവരുടെ സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ അവർ ചോദ്യം ചെയ്തപ്പോൾ 7 കൂദാശയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ 7 കൂദാശകളുണ്ട് എന്നും അവ നിത്യരക്ഷയ്ക്ക് ആവശ്യമാണ് എന്നും അവ 7-ൽ കൂടുതലോ കുറവാണോ എന്ന് പറയുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നും പറഞ്ഞ് ത്രന്തോസ് സൂനകദോസ് പഠിപ്പിക്കുന്നു. അല്ലേ? ഈശോ ബെറങ്കേറിയൻ പാഷണ്ഡത 11-ാം നൂറ്റാണ്ടിൽ വന്നു. പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം. അപ്പം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം 4-ാം ലാറ്ററൻ സൂനകദോസ് വിശ്വാസ പ്രമാണം നൽകുന്നുണ്ട്. എന്താണ്? പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹ സത്യമായും വ്യക്തിപരമായും പൂർണ്ണമായും സന്നിഹിതനാണെന്നും അവിടുത്തെ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ പരിശുദ്ധ കുർബാനയിൽ ഉൾച്ചേർന്നിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ലാറ്ററൻ സൂനകദോസിൻ്റെ വിശ്വാസ പ്രമാണത്തിലുണ്ട്. അപ്പോൾ ഈ വിശ്വാസ പ്രമാണം എന്ന് പറയുമ്പോൾ നമുക്കിന്ന് അറിയാവുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് സ്ലീഹന്മാരുടെ വിശ്വാസം, വേറെ ഒന്ന് നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം. ഈ 2 ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഓരോ കാലഘട്ടത്തിലും ഈ വിശ്വാസത്തിൻ്റെ ഈ ഉള്ളടക്കത്തിന് മാറ്റമില്ല, അതിനെ ഓരോന്നിനെയും കൂടുതൽ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ സഭ നൽകിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. വിശ്വാസ പ്രമാണത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഞങ്ങൾക്കുണ്ടായിരുന്ന സംശയത്തിൻ്റെ അന്ധകാരത്തെ അറിവിൻ്റെ വെളിച്ചത്താൽ നീക്കി തന്നതിന് പിതാവിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. വിശ്വാസ പ്രമാണത്തെക്കുറിച്ചുള്ള ചരിത്രം വളരെ വ്യക്തമാക്കി തന്ന അഭിമന്യ പിതാവിന് നന്ദി. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത ചോദ്യം അശ്വതിയാണ്. അടുത്ത ചോദ്യവുമായുള്ളത് അശ്വതി പിതാവിനോട് ചോദിക്കാം. പിതാവേ, വിശ്വാസ പ്രമാണം നാം 2 രീതിയിൽ കാണുന്നുണ്ട്.
സ്ലേഹന്മാരുടെ വിശ്വാസ പ്രമാണം, നിഖ്യാ വിശ്വാസ പ്രമാണം, ഇവയെ നാം എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത്? യെസ്, അശ്വതിയുടെ ചോദ്യം രണ്ട് തരം വിശ്വാസ പ്രമാണങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ആ വിശ്വാസ പ്രമാണങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് അശ്വതിയുടെ ചോദ്യം. ഓക്കെ അശ്വതി, നല്ല ചോദ്യമാണ്. അശ്വതി എന്നാ ചെയ്യുന്നത് ഇപ്പം? DLED വിദ്യാർത്ഥിനിയാണ്. DLL പഠിക്കുന്നു അല്ലേ? ഇവിടെ കുറേ DLLകാരുണ്ടല്ലോ. വെരി ഗുഡ്. യെസ്, അപ്പോൾ അശ്വതി ചോദിച്ചതുപോലെ രണ്ട് തരം വിശ്വാസ പ്രമാണമുണ്ട്. അത് ഒന്ന് സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം. സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തെക്കുറിച്ചൊരു കഥ പറയുന്നുണ്ട്. ഈ ഈശോ ഉദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സുവിശേഷം പ്രസംഗിക്കണമെന്ന് ഈശോ പറഞ്ഞല്ലോ. എന്നതാ സുവിശേഷമായിട്ട് പറയുന്നത്? അപ്പോൾ 12 അപ്പസ്തോലന്മാരിങ്ങനെ വട്ടത്തിലിരുന്നപ്പോൾ മാതാവ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് മനസ്സിലായ ഓരോ സത്യം പറയാൻ പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ഓരോരുത്തരും ഓരോ സത്യം വിളിച്ചു പറഞ്ഞു. അങ്ങനെ 12 സത്യങ്ങൾ അവർ വിളിച്ചു പറഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു, ശരി, ഈ 12 സത്യങ്ങളാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം. അത് അങ്ങനെ നടന്നതാണോ അല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അതിനെ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം എന്ന പേര് വന്നു. അങ്ങനെ പേര് വരുന്നതിൻ്റെ പിന്നിലെ ഒരു പാരമ്പര്യം പറഞ്ഞതാണ്. അത് സഭയുടെ ഔദ്യോഗിക പഠനമൊന്നും അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വിട്ടുകളയാവുന്നു. കാരണം സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം 12 അപ്പസ്തോലന്മാർ ഏറ്റുപറഞ്ഞ വിശ്വാസ സത്യങ്ങളാണ് എന്നാണ് ഒരു പാരമ്പര്യം. ഇവിടെ നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിള് ഈ 12 സത്യങ്ങളെ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അതിന് കുറെ കൂടി താത്വികമായ അടിത്തറയോടെ അത് വ്യാഖ്യാനിക്കും. ഈശോ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു എന്ന് സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ പറയുമ്പോൾ അതിനെ കുറെ കൂടി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് നിഖ്യാ സൂനകദോസിൻ്റെ വിശ്വാസ പ്രമാണം പറയുന്നത്. ഏതാണ്? പിതാവിൽ നിന്ന് ജനിച്ചവൻ, സൃഷ്ടിക്കപ്പെടാത്തവൻ, സാരാംശത്തിൽ പിതാവുമായി സത്തയിൽ ഒന്നായിരിക്കുന്നു, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം, സത്തയിൽ നിന്നുള്ള സത്ത ആയ പുത്രൻ തമ്പുരാനെ വിശ്വസിക്കുന്നു. അല്ലേ? ഇതൊക്കെ വരുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ വ്യാഖ്യാനങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ചില പാഷണ്ഡതകളോട് പ്രതികരിക്കുകയാണ് ഈ വിശ്വാസ പ്രമാണം ചെയ്യുന്നത്. നിഖ്യാ സൂനകദോസ് ഒരു പരിധിവരെയും ഈശോയെക്കുറിച്ചുള്ള പാഷണ്ഡതകൾക്കെല്ലാം ഉത്തരം പറഞ്ഞു. കോൺസ്റ്റാന്റിനോപ്പിൾ ക്രീഡിൽ എത്തിയപ്പോഴാണ് ശരിക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കുറേ പാഷണ്ഡതകൾ അവിടെ അതിനിടയിൽ രൂപം കൊണ്ടു. നിഖ്യാ സൂനകദോസ് 325-ലാണെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസ് നടക്കുന്ന 381-ലാണ്. അപ്പോൾ ഈ 10-60 കൊല്ലത്തിനിടയിൽ രൂപം കൊണ്ട പാഷണ്ഡതകൾക്ക് കൂടി ഉത്തരം പറഞ്ഞു കോൺസ്റ്റാന്റിനോപ്പിൾ ക്രീഡ്. അപ്പോൾ അതുകൊണ്ടാണ് ആ വിശ്വാസ പ്രമാണത്തെ നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ പൂർണ്ണ രൂപം ഈ 2 സൂനകദോസുകളിലായിട്ടാണ് രൂപം കൊണ്ടത് എന്നുള്ളത്. 2 വിശ്വാസ പ്രമാണം ഉണ്ട് എങ്കിലും അത് തമ്മിലുള്ള അടിസ്ഥാനപരമായൊരു വ്യത്യാസം ഞാൻ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞു. സ്ലീഹന്മാരുടെ വിശ്വാസം വ്യക്തിപരമായ വിശ്വാസ പ്രഘോഷണമാണ്. ഇല്ലേ? സർവശക്തനായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു, ക്രേദോ പൂനും ദേവോ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതേസമയം നിഖ്യാ സൂനകദോസ് എന്നാ പറയുന്നത്? സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലേ? ഞങ്ങൾ, അതൊരു സഭയുടെ മുഴുവനും വിശ്വാസ പ്രഘോഷണമാണ് എന്നുള്ള ഒരു വ്യത്യാസം അതിനകത്തുണ്ട്. ക്രേദേ മൂസ് എന്നാണത്. ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്രകാരമുള്ള ഒരു വ്യത്യാസം നമുക്കതിൽ കാണാം. കൂടുതൽ വിശദീകരിച്ച വ്യാഖ്യാനങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ ആ വിശ്വാസ പ്രമാണത്തിൻ്റെയും ഉള്ളടക്കം ഈ 12 അടിസ്ഥാന സത്യങ്ങൾ തന്നെയാണ്. ഏതൊക്കെയാണ് സത്യങ്ങൾ? ഒരിക്കൽ നേരത്തെ ഞാൻ പറഞ്ഞതാണ് എങ്കിൽ പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം, പുത്രൻ തമ്പുരാനിലുള്ള വിശ്വാസം, ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ ജനിച്ചു, എന്നിട്ടോ
പാടുപീഡകൾ സഹിച്ച് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് മരിച്ചു. അവിടുന്ന് അടക്കപ്പെട്ടു. അവൻ്റെ മരണം സത്യമായിരുന്നു എന്നുള്ളത്. എന്നിട്ടോ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളതിൻ്റെ ബാക്കിയാണ്. അവൻ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ വീണ്ടും വരും. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാ. ഇവിടെയും പ്രശ്നമാണ്. പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നേ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസ് പറഞ്ഞു. അതേസമയം പുത്രനിൽ നിന്നൂടെ പുറപ്പെടുന്നു എന്ന് തൊളേദോ എന്ന് പറഞ്ഞ ഒരു സൂനകദോസിൽ, പ്രാദേശിക സൂനകദോസ് പറഞ്ഞു. ഉടനെ ഓറിയന്റൽ സഭകൾ അതിനെ എതിർത്തു. അങ്ങനെ സാർവത്രിക സൂനകദോസിനെ ഒരു പ്രാദേശിക സൂനകദോസ് തിരുത്താൻ പറ്റിയല്ല. അതിന് പേര് വഴക്കായി. അങ്ങനെ വഴക്കുകൂടി സഭയിൽ വലിയ പിളർപ്പുണ്ടായി. അങ്ങനെയാണ് 1045 ദ ഗ്രേറ്റ് സ്കിസം എന്ന് പറയുന്ന ഗ്രീക്ക് സഭ ഒന്നാകെ പിളർന്നു പോയ സംഭവം അതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ചുമ്മാ ഒരു ബ്രാക്കറ്റിലിട്ട് ഒരു കുഞ്ഞു കാര്യമാണെന്ന് വിചാരിക്കരുത്. അതിൻ്റെ പുറകിൽ ഒരു വലിയ പിളർപ്പിൻ്റെ കഥയും കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, വിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു. പിന്നെ പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുന്നത് സഭയുടെ മറ്റൊരു വിശദീകരണം മാത്രമാണ്. അതുകൊണ്ടാണ് അത് നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ അതില്ല, പുണ്യവാന്മാരുടെ ഐക്യം എന്നുള്ളതില്ലല്ലോ. തിരുസഭയിൽ സഭയുടെ കൂദാശകളിൽ വിശ്വസിക്കുന്നു, അല്ലേ? തിരുസഭ നൽകുന്ന കൂദാശകളിൽ ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും എന്താ പറഞ്ഞത്? പാപമോചനം നൽകുന്ന ജ്ഞാനസ്നാനെന്നേ പറഞ്ഞിട്ടുള്ളൂ. 2 കൂദാശകളെ പറഞ്ഞിട്ടുള്ളെങ്കിലും അവിടെ 7 കൂദാശകളെയും വിഭാവനം ചെയ്യുന്നുണ്ട് എന്നാണ്. വീണ്ടും ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം, നിത്യമായ ജീവിതത്തിലുള്ള വിശ്വാസം. ഈ നമ്മൾ ഏത് വിശ്വാസ പ്രമാണം ആയിക്കോട്ടെ, 12-ാം പിയൂസ് പാപ്പായുടെ 1937 രചിക്കപ്പെട്ട വിശ്വാസ പ്രമാണമാകട്ടെ, ത്രന്തോസൂനദോസിൻ്റെ വിശ്വാസ പ്രമാണമാകട്ടെ, നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണമാകട്ടെ, സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണമാകട്ടെ, എല്ലാ ആധികാരിക വിശ്വാസ പ്രമാണങ്ങളുടെയും ഉള്ളടക്കം ഈ സത്യങ്ങളായിരിക്കും. വിശ്വാസ പ്രമാണങ്ങളെ പറ്റി വ്യക്തമാക്കി തന്ന പിതാവിന് നന്ദി. വിശ്വാസ പ്രമാണം പല ആവർത്തി ചൊല്ലിയിട്ടുണ്ടെങ്കിലും ചൊല്ലാറുണ്ടെങ്കിലും വിശ്വാസ പ്രമാണത്തിൻ്റെ ചരിത്ര വഴികളും അതിൻ്റെ ആത്മീയതയും വളരെ മനോഹരമായി ഈ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ചർച്ചകൾ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിലും വിശ്വാസ പ്രമാണത്തെക്കുറിച്ചും വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ തുടരുന്നതാണ്. എല്ലാവർക്കും ഒത്തിരി നന്ദി.